പകല് അമ്മ വന്ന് ബാധ പിടിച്ച് ആ ബാധയെ കൊണ്ട് തന്നെ ആരാന്ന് പറയിപ്പിച്ച് ആ നിമിഷം തന്നെ മാറ്റിയും കൊടുക്കും. ആ ചെറുക്കൻ്റെ ഭാര്യനെ കൊണ്ടൊരു ബാധ പിടിക്കാൻ ഇവിടെ വന്നതാണ്. ഈ ചെറുക്കൻ ചേർത്തല ഉള്ളതാണ്. ഒരു 10-30 പേര് ഇവിടെ വന്നായിരുന്നു ബാധ പിടിക്കാനായിട്ട്. ആ പെണ്ണിനെ കൊണ്ട് അതിന് ബാധ പിടിച്ച് മാറ്റി, ഒരു കുഴപ്പമില്ല. വരുന്നവരോട് ഞാൻ പറയുന്നത് മനസ്സറിഞ്ഞ് നമുക്ക് എന്താണേലും നമുക്ക് ധനമൊന്നും വേണ്ട, പക്ഷെ ഒരു നാണയമാണെങ്കിലും ഒരു പൂവാണെങ്കിലും നിങ്ങളെ കൊണ്ട് വെച്ചിട്ട് അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കാര്യം നടത്തി തരണേ ഭഗവതി. ഇനി പ്രധാന ദിവസം വരുന്നതെന്ന് പറഞ്ഞാൽ മെയ് 4-ാം തീയതി പരിപാടിക്ക് തുടങ്ങും. മെയ് 4-ാം തീയതി അറിയപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു അപകടത്തിന് വരുവാണെങ്കിൽ ആളിന്നതാണെന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞു തരും. ഇന്ന ആൾ ഇന്ന കാര്യത്തിന് വന്നതാണ് എന്ന് പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പറയാം ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവത്തില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് എല്ലാ നാട്ടിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ട്, സകല നാട്ടിൽ നിന്നും. പിന്നെ വിദേശത്തുനിന്ന് വന്നവരെ ഇവിടെ ആൾക്കാർ വരും. ഇപ്പോൾ വിദേശത്തുള്ള ആൾക്കാർക്ക് ഇത് വന്നെങ്കിൽ ഇവിടെ ചെയ്തിട്ട് അവിടെ മാറ്റങ്ങൾ വന്നിട്ട് ആദ്യമേ വന്ന് കൊച്ചു കണ്ട അവർക്കൊക്കെ നല്ല അനുഭവം വിദേശത്ത് തന്നെ ഭഗവതി തന്നെ കൊടുത്തിട്ടുള്ളത്. അത് അവരിങ്ങോട്ട് അവർ കയറി വന്നപ്പോൾ ഭഗവതി അങ്ങോട്ട് പറഞ്ഞു ഇന്ന സാധനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ അനുഭവത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയാകും. നമുക്കൊരു കാര്യം നടന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ വരുന്നവരോട് ഞാൻ പറയുന്നത് മനസ്സറിഞ്ഞ് നമുക്ക് എന്താണേലും നമുക്ക് ധനമൊന്നും വേണ്ട, പക്ഷെ ഒരു നാണയമാണെങ്കിലും ഒരു പൂവാണെങ്കിലും നിങ്ങളെ കൊണ്ട് വെച്ചിട്ട് അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കാര്യം നടത്തി തരണേ ഭഗവതി. ഭഗവതിക്കാല് വലിയ ആരുമില്ല, ഉണ്ടോ? ഇല്ല. ഒന്നുമല്ല, മനുഷ്യരെന്ന് പറയുന്ന പുഴുവാണ് അല്ലേ. അപ്പം നിൽക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ഇപ്പോൾ അന്നദാനം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലുത് അന്നദാനം. മതിയെന്ന് പറയുന്നത് അന്നദാനം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾക്കൊരു അനർത്ഥം വരത്തില്ലെന്നാണ് ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. അമ്മ, ഇവിടുത്തെ പ്രധാന പൂജകൾ എന്തൊക്കെയാണ് വരുന്നത്? അതായത് സാധാരണ വരുമ്പോൾ വഴിപാട് പൂജ ഇവിടെ കടുംപായസമുണ്ട്, പാൽപ്പായസമുണ്ട്, എള്ളു നിവേദ്യമുണ്ട്, പിന്നെ ഹനുമാന് വെറ്റിലമാലയുണ്ട്, വടമാലയുണ്ട്, പിന്നെ ഗണപതിക്ക് ഗണപതി ഹോമമുണ്ട്, പിന്നെ സർപ്പങ്ങൾക്ക് തളിച്ചോടയുണ്ട്, ബ്രഹ്മരക്ഷസിന് പായസമുണ്ട്, പിന്നെ വിഷ്ണുവിന് പായസമുണ്ട്, പിന്നെ നെയ്വിളക്കുണ്ട്. അങ്ങനെ അവനവൻ്റെ ശക്തിയുള്ള വഴിപാട് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി പ്രധാന ദിവസം ഇനി പ്രധാന ദിവസം വരുന്നതെന്ന് പറഞ്ഞാൽ മെയ് 4-ാം തീയതി പരിപാടിക്ക് തുടങ്ങും. മെയ് 4-ാം തീയതി അത് സപ്താഹമാണ്. സപ്താഹമാണ് മെയ് 4-ാം തീയതി തുടങ്ങുന്നത്. അതും വന്ന് അകസ്വ കാര്യങ്ങളെല്ലാം അതിനായത് നമ്മൾ ഒരുപാട് ചാർജൊന്നും മേടിക്കത്തില്ല. നമ്മളെ കൊണ്ട് കഴിയാൻ ഇപ്പോൾ ഒരാൾ വന്ന് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം 1000 രൂപ പറഞ്ഞാൽ 1000 രൂപ ഇല്ലാത്ത സങ്കടപ്പെട്ട് പോകത്തില്ലേ, അത് വേണ്ട. എല്ലാവർക്കും ചെയ്യുന്ന പോലെ ഉള്ള വഴിപാടാണ് വെക്കുന്നത്. അത് കഴിയുമ്പോൾ മഹാചണ്ഡിയ ഹോമം വെക്കുന്നത് അത് സ്വാമിമാരാണ് വരുന്നത്. അപ്പോൾ മഹാചണ്ഡിയ ഹോമമുണ്ട്, കാളിയ ഹോമമുണ്ട്, അഞ്ജനയ ഹോമമുണ്ട്, അത് കഴിഞ്ഞ് സുദർശന ഹോമമുണ്ട്, മൃത്യുഞ്ജയ ഹോമമുണ്ട്, പിന്നെ കളവെഴുത്തും പാട്ടും. അതിലൊക്കെ നമ്മൾ ഇപ്പം ഒരാൾ എനിക്ക് കളവെഴുത്തും പാട്ട് എനിക്ക് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് വിട്ടുകൊടുക്കും. ഇല്ലെങ്കിൽ ഇപ്പം 100 രൂപയോ അല്ല 500 രൂപയോ അല്ല 200 രൂപയോ അപ്പോൾ എല്ലാവരും കൂടെ ചേർക്കാമ്പോൾ അവരെയും പങ്കുകൊള്ളിക്കും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് ഇത് കൊണ്ടുപോകുന്നത്. അല്ലാതെ ആരുടെയും തോളൻ നമ്മൾ ഇത്ര ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ വെച്ച് കൊടുക്കത്തില്ല. ഒരു നെയ്വിളക്ക് കത്തിക്കാൻ വന്നത് നെയ്വിളക്ക് കത്തിക്കട്ടാ, പാൽപ്പായസം നടത്താൻ പറഞ്ഞാൽ പറ്റുമോ? കാണത്തില്ലല്ലോ. അപ്പോൾ ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടാനായിട്ടാണ് ഭഗവതി പറഞ്ഞിരിക്കുന്നത്. ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചെറുക്കൻ്റെ ഭാര്യനെ കൊണ്ടൊരു ബാധ പിടിക്കാൻ ഇവിടെ വന്നതാണ്. ഈ ചെറുക്കൻ ചേർത്തല ഉള്ളതാണ്. ഒരു 10-30 പേര് ഇവിടെ വന്നായിരുന്നു ബാധ പിടിക്കാനായിട്ട്. ആ പെണ്ണിനെ കൊണ്ട് അതിന് ബാധ പിടിച്ച് മാറ്റി, ഒരു കുഴപ്പമില്ല. ബാധ പിടിക്കും, ബാധകളൊക്കെ വരും. ബാധകൾ വരുമ്പോഴത്തേക്ക് അത് നമ്മൾ രാത്രി ഒരു പരിപാടി ഇവിടെ ഇല്ല. പകല് അമ്മ വന്ന് ബാധ പിടിച്ച് ആ ബാധയെ കൊണ്ട് തന്നെ ആരാന്ന് പറയിപ്പിച്ച് ആ നിമിഷം തന്നെ മാറ്റിയും കൊടുക്കും. അങ്ങനെ ഒരുപാട് ബാധകൾ വന്ന് നമ്മൾ പറയുന്ന സ്ഥലത്തുനിന്ന് വന്നാണെന്ന്. അപ്പോൾ അമ്മ പറയേണ്ട അത് അവർ തന്നെ പറഞ്ഞോളും. അത് ബാധ അവരുടെ ശരീരത്തിൽ വന്ന് അവർ പറഞ്ഞാൽ അമ്മ അന്നേരം മാറ്റിക്കൊടുക്കും. ഇന്ന ദിവസം വരണമെന്നുണ്ടോ അങ്ങനെ പ്രത്യേകിച്ച്? നട തുറക്കുമ്പോഴേ അത് ചെയ്യത്തുള്ളൂ. വെള്ളി ചൊവ്വാഴ്ച പ്രാധാന്യ ദിവസം. അല്ലാത്ത ദിവസം വരുമ്പോൾ കാര്യങ്ങൾ പറയുന്നതല്ലാതെ കണ്ട് നട തുറപ്പ് അന്ന് മാത്രമേ ഉള്ളൂ. നട തുറപ്പ് അന്ന് മാത്രമേ ഉണ്ട്. ബാധകളുള്ളവരോ ബാധ പിന്നെ തൊഴിലില്ലായ്മ
പിന്നെ മംഗല്യം, അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെ ഏത് കാര്യം ഉണ്ടെങ്കിലും അമ്മയടുത്ത് വന്ന് പ്രാർത്ഥിച്ചെന്നാൽ അതിൻ്റെ പരിഹാരം, ഏതിനും പരിഹാരമുണ്ടല്ലോ. ആ പരിഹാരം ചെയ്ത് മനസ്സോടെ ചെയ്തെന്നാൽ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യമാണ്, ഒരിക്കലും അമ്മ കൈവിടത്തില്ല. അതേപോലെ പ്രാർത്ഥിക്കണം. അഹങ്കാരം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അതാരും ചെയ്യത്തില്ലല്ലോ. അത് പിന്നെ ജാതിമത ഭേദമില്ല, എല്ലാവർക്കും വരാം, ജാതിമത ഭേദമില്ല. പിന്നെ അവിടെ അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ ഹള്ളാവും പിന്നെ യേശുവും മാതാവും ദേവിയൊക്കെ ഒന്നാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, മനസ്സിലായി. അപ്പോൾ അത് വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ചെറിയ രീതിക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും ഈ ചണ്ഡിയാഹോമത്തിലും സപ്താഹത്തിലും എല്ലാവരും വന്ന് സഹകരിക്കണം. അമ്മയുടെ കൃപാകടാക്ഷം എല്ലാവരും മെയ് 7-ാം തീയതിയാണ് കളവെഴുത്തും പാട്ടും. കളവെഴുത്തും പാട്ടും മെയ് 7-ാം തീയതിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ വിളക്ക് കത്തിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഭഗവാനോട് നമ്മൾ അന്ന് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് സാധിച്ചു തരും. അമ്പലപ്പുഴ കണ്ണനെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചെറിയൊരു വിഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഭഗവാനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്കത് സാധിച്ചു തന്നിരുന്നതാണ്. അപ്പം ഞങ്ങൾ വേറൊരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, നമ്മുടെ കാവാടത്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഭർത്താവിൻ്റെ വീട് ഇവിടെ, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഭഗവാനും ഇങ്ങോട്ട് പോന്നായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കൃഷ്ണൻ ഇവിടെ വന്നത്. കൃഷ്ണൻ വന്ന് നമുക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അത് നമുക്ക്, എന്നെ സംബന്ധിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം ഒന്നുമില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പച്ച വണ്ട് വന്ന് ഒരൊറ്റ അടി തരും. അത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചു തരും. അങ്ങനെ ഇന്ന് വരെ നമുക്കങ്ങ് സാധിച്ചു. അതിന് കൃഷ്ണനെ വെക്കാനായിട്ടാണ് ക്ഷേത്രം പണിതത്. തന്ത്രി പറഞ്ഞ് വിഷ്ണുവിനെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കൂടെ മത്സരമായി രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഇരുത്തിയിരിക്കണം. ഇനി ആ കൃഷ്ണൻ അമ്പലം വേറെ വെക്കണം. ഭഗവാനാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. എവിടെ ചെന്ന് വിളിച്ചാലും ഭഗവാനാണ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അമ്പലപ്പുഴ കണ്ണൻ. അത് കഴിഞ്ഞാണ് വിഷ്ണു വെച്ചത്. അമ്പലപ്പുഴ കണ്ണനെ കഴിഞ്ഞിട്ട് ഞാൻ കൊള്ളു പിന്നെയാണ് അമ്മ വന്നത്. അപ്പോൾ അമ്മ വന്നപ്പോൾ അമ്മയെ പ്രാധാന്യമായിട്ട് വെച്ചാലും കണ്ണാന്ന് വിളിച്ചിട്ടേ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. നമ്മുടെ ഭക്തരോട്, ഇത് കാണുന്ന ഭക്തരുടെ അടുത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പിന്നെ ദുഃഖങ്ങളിൽ വലയുന്നവരും അല്ലെങ്കിൽ മംഗല്യം കഴിക്കാൻ തടസ്സങ്ങളുള്ളവരോ അങ്ങനെയുള്ള ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങൾ നമുക്ക് അനുഭവിച്ച് തീരണമെന്നുള്ളൊരു വിധിയുണ്ടല്ലോ. ആ വിധി ഉള്ളത് നമുക്ക് മൊത്തം തീർക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ആശ്വാസത്തിന് ഉള്ളത് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ വന്ന് മനസ്സറിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക. അവരവരെ കൊണ്ട് കഴിവുള്ളത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് ചെയ്യുക. ഒരു പുഷ്പമാണെങ്കിലും നമ്മുടെ മനസ്സോടെ സങ്കല്പിച്ച് അമ്മയുടെ നടയിൽ വെച്ചെന്ന ആ കാര്യം അമ്മ നടത്തിത്തരും എന്നുള്ളത് യാതൊരു തർക്കവും ഞങ്ങളുടെ അനുഭവത്തിൽ ഉണ്ട്. അതേപോലെ നിങ്ങൾക്കും എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കും, നിങ്ങളും പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകും. നമ്മൾ ഒത്തിരിയും പേര്, എന്നെപ്പോലെ വലയുന്ന ഒത്തിരിയും പേരുണ്ട് ഇല്ലേ, ഒത്തിരിയും പേരുണ്ട്. അപ്പോൾ അതുങ്ങൾക്ക് ഒരു നല്ല മാർഗം തെളിയണമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വരും. ഇവിടെ കാശ് മാത്രം കൊണ്ടുവരാനുള്ളത് അല്ല. ഇവിടെ അമ്മ വന്ന അമ്മയ്ക്ക് ഇത്ര രൂപ ഇടണം, ലക്ഷണ ഇപ്പം നമ്മളൊരു പ്രശ്നത്തിൻ്റെയൊക്കെ പോയ 500 ചോദിക്കുന്നവരുണ്ട്, ഇത്ര കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു നാണയം കൊടുത്താലും അമ്മയ്ക്കത് തൃപ്തില്ല. ഇപ്പോൾ പിന്നെ അമ്മ പറഞ്ഞിരിക്കുന്ന ഒരു പുഷ്പാഞ്ജലി ആണെങ്കിലും കൊടുത്താൽ ഒരു നാണയമെങ്കിലും ലക്ഷണ വാങ്ങിച്ചില്ലേ കൊടുക്കുന്നവർക്ക് ഫലം കിട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 1 രൂപ മതി. ഒന്നുമില്ലാത്തവർ പുഷ്പം കൊണ്ട് വെച്ചാൽ മതി. അത്രയേ അമ്മ പറയുന്നുള്ളൂ. അപ്പം അതെൻ്റെ മക്കളല്ല, എല്ലാ മക്കൾക്കും അതങ്ങനെ ചെയ്യാം. എല്ലാവരും അമ്മയടുത്ത് വരാം, അമ്മയുടെ അമ്പലം വന്ന് കാണാം, അമ്മയെ വന്ന് കാണാം. എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അമ്മയടുത്ത് പറയാം. അമ്മയടുത്ത് നിങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ അമ്മയടുത്ത് പറയും, കാര്യങ്ങൾ അമ്മ നടത്തി തരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും മെയ് 4-ാം തീയതി തൊട്ട് പരിപാടി തുടങ്ങും. മെയ് 13-ാം തീയതി കൊണ്ടേ തീരത്തുള്ളൂ. എല്ലാവരും വരണം. അമ്മയുടെ നാമത്തിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ നാമത്തിലും കൊടുങ്ങല്ലൂരുടെ അമ്മയുടെ പേരിലും ഞങ്ങൾ വിളിക്കുന്നു, എല്ലാവരെയും ക്ഷണിക്കുന്നു.